അമേരിക്കയിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികളും അവരുടെ പങ്കാളികളും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആശങ്കയിലൊന്നാണ് H-4 ഡിപെൻഡന്റ് വിസയിലെ തൊഴിൽ നിരോധനവും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും. സ്വന്തം മാതൃരാജ്യത്ത് മികച്ച പ്രൊഫഷണൽ കരിയറും ഉയർന്ന ശമ്പളവും ഉണ്ടായിരിക്കുന്ന ആയിരക്കണക്കിന് മലയാളി പങ്കാളികളാണ് അമേരിക്കയിലേക്ക് ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ജോലി ഭാഗമായി എത്തിയ ശേഷം തൊഴിൽ ചെയ്യാനുള്ള നിയമപരമായ അനുമതി അഥവാ H-4 EAD ലഭിക്കാതെ കരിയർ ബ്രേക്കുകളിലേക്ക് തള്ളപ്പെടുന്നത്. ഇതിനു പുറമെ അമേരിക്കൻ IT സപ്ലൈ ചെയിനിലും കോർപ്പറേറ്റ് മേഖലയിലും തുടരുന്ന ലേ ഓഫുകളും തൊഴിൽ അനിശ്ചിതത്വങ്ങളും കാരണം ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മലയാളി കുടുംബങ്ങളെ വലിയ സാമ്പത്തിക റിസ്ക് ആണ് നേരിടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കരിയർ സ്വാതന്ത്ര്യവും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതത്വവും മുൻനിർത്തി നിരവധി US NRI കുടുംബങ്ങൾ കാനഡയിലേക്ക് ചേക്കേറുന്ന പുതിയ ഇമിഗ്രേഷൻ ട്രെൻഡ് ശക്തിപ്പെടുന്നത്. അമേരിക്കൻ കുടിയേറ്റ വ്യവസ്ഥയിലെ അനിശ്ചിതത്വങ്ങളും കാനഡയിലേക്കുള്ള റീലൊക്കേഷൻ സാധ്യതകളുമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ ചട്ടങ്ങൾ പ്രകാരം ഒരു H-1B വിസ ഉടമയുടെ പങ്കാളിക്ക് H-4 സ്റ്റേറ്റസിൽ രാജ്യത്ത് തങ്ങാൻ സാധിക്കുമെങ്കിലും നേരിട്ട് ജോലി ചെയ്യാനുള്ള അവകാശമില്ല. H-4 വിസയിലുള്ള വ്യക്തിക്ക് വർക്ക് പെർമിറ്റിനായി അപേക്ഷിക്കണമെങ്കിൽ പ്രാഥമിക വിസ ഉടമയായ H-1B ജീവനക്കാരന്റെ ഗ്രീൻ കാർഡ് പ്രക്രിയയിലെ ഫോം I-140 അപ്രൂവൽ ലഭിച്ചിരിക്കണം. എന്നാൽ അമേരിക്കയിലെ നിലവിലുള്ള ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ കാരണം I-140 അപ്രൂവൽ നേടാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. ഈ ദീർഘനാളത്തെ കാത്തിരിപ്പ് കാലയളവിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പങ്കാളിക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്നത് അവരുടെ പ്രൊഫഷണൽ ആത്മവിശ്വാസത്തെയും കുടുംബത്തിന്റെ സാമ്പത്തിക വളർച്ചയും ദോഷകരമായി ബാധിക്കുന്നു. മാത്രവുമല്ല, H-1B ജോലി ചെയ്യുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ 60 ദിവസത്തെ ഗ്രേസ് പീരീഡിനുള്ളിൽ പുതിയ സ്പോൺസറെ കണ്ടെത്തിയില്ലെങ്കിൽ കുടുംബത്തോടെ അമേരിക്ക വിടേണ്ടി വരുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഈ ഭയാനകമായ അന്തരീക്ഷത്തിലാണ് കാനഡ നൽകുന്ന ഫ്ലെക്സിബിൾ കുടിയേറ്റ നയങ്ങൾ പ്രവാസി മലയാളികൾക്ക് മുന്നിൽ മികച്ചൊരു ബദൽ മാർഗമായി മാറിയത്. കാനഡയിലെ എക്സ്പ്രസ് എൻട്രി സിസ്റ്റം, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ എന്നിവ വഴി ഉയർന്ന വിദ്യാഭ്യാസവും പ്രവൃത്തി പരിചയവുമുള്ള പ്രൊഫഷണലുകൾക്ക് നേരിട്ട് പെർമനന്റ് റെസിഡൻസി അഥവാ കാനഡ PR കരസ്ഥമാക്കാൻ സാധിക്കും. അമേരിക്കയിൽ H-4 വിസയിൽ കഴിയുന്ന പല മലയാളികളും തങ്ങളുടെ വ്യക്തിഗത യോഗ്യതകളും ഇംഗ്ലീഷ് ഭാഷാ പരിരക്ഷാ സ്കോറുകളും പ്രയോജനപ്പെടുത്തി സ്വതന്ത്രമായി കാനഡ PR-നായി അപേക്ഷ നൽകുന്നുണ്ട്. കാനഡയിൽ എത്തുന്നത് വഴി ദമ്പതികൾക്ക് രണ്ടുപേർക്കും തടസ്സങ്ങളില്ലാതെ ജോലി ചെയ്യാനുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റോ വിസ സ്വാതന്ത്ര്യമോ ലഭിക്കുന്നു. ഇത് കുടുംബത്തിന് ഇരട്ട വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് റീലൊക്കേഷൻ തീരുമാനിക്കുന്ന മലയാളി കുടുംബങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. നിലവിൽ US-ൽ H-1B വിസയിൽ കഴിയുന്നവർ തങ്ങളുടെ I-140 സ്റ്റേറ്റസ് എത്രത്തോളം ദൂരെ എന്ന് ആദ്യം വിലയിരുത്തണം. നിങ്ങളുടെ I-140 അപ്രൂവൽ അടുത്ത ഭാവിയിലൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ H-4 പങ്കാളിയുടെ കരിയർ ഗ്യാപ്പ് വർദ്ധിക്കുന്നത് തടയാൻ കാനഡയുടെ ഫെഡറൽ സ്കിൽഡ് വർക്കർ അല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിസ പാതകൾ പരിശോധിക്കാവുന്നതാണ്. കാനഡ PR ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് പ്രവേശിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പൗരത്വം നേടാനും തുടർന്ന് TN വിസ വഴി വേണമെങ്കിൽ തിരികെ അമേരിക്കയിലേക്ക് വന്ന് നിയമപരമായി ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ കാനഡയിലേക്ക് മാറുമ്പോൾ അവിടുത്തെ തൊഴിൽ വിപണി, വീട്ടുവാടക നിരക്കുകൾ, ആദായ നികുതി നിരക്കുകൾ, നിലവിലെ സാമ്പത്തിക അന്തരീക്ഷം എന്നിവയെക്കുറിച്ച് സമഗ്രമായ ധാരണ ഉണ്ടായിരിക്കണം. കേവലം വിസ ലഭ്യത മാത്രം നോക്കാതെ നിങ്ങളുടെ പ്രൊഫഷണൽ ഫീൽഡിന് അനുയോജ്യമായ തൊഴിൽ അവസരങ്ങൾ കാനഡയിൽ ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തണം. ടെക്നോളജി, ഫിനാൻസ്, ഹെൽത്ത് കെയർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മലയാളികൾക്ക് കാനഡയിൽ പെട്ടെന്ന് തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ശമ്പളഘടനയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ കരിയർ സ്വാതന്ത്ര്യവും കുടുംബത്തിന്റെ ദീർഘകാല സുരക്ഷിതത്വവുമാണോ അതോ അമേരിക്കയിലെ താൽക്കാലിക തൊഴിൽ വരുമാനമാണോ പ്രാധാന്യം എന്ന് ഓരോ കുടുംബവും സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്. അമേരിക്കയിലെ കർശനമായ വിസ നിയമങ്ങളും H-4 ഡിപെൻഡന്റ് നിയന്ത്രണങ്ങളും മലയാളി കുടുംബങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമ്പോൾ കാനഡ മുന്നോട്ട് വെക്കുന്ന സമ്പൂർണ്ണ അവസരങ്ങൾ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്താവുന്നതാണ്. വിസ ആസൂത്രണങ്ങൾ മുൻകൂട്ടി നടത്തുക, കുടുംബത്തിലെ രണ്ടുപേരുടെയും പ്രൊഫഷണൽ യോഗ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, വിദേശ രാജ്യങ്ങളിലെ വിസ നിയമങ്ങൾ, തൊഴിൽ അവസരങ്ങൾ, ഇമിഗ്രേഷൻ വാർത്തകൾ എന്നിവ കൃത്യതയോടെയും വേഗത്തിലും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക.